ഹായ്, എല്ലാവർക്കും നമസ്കാരം. വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിലാണ്. 3.75 സെൻറ്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വില്ല. 3 ബെഡ്റൂമുള്ള വീടാണിത്. ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം 1 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയായിട്ടാണ് വീട് വരുന്നത്. കൂടാതെ ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 10 കിലോമീറ്ററാണ്. ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. കിണർ വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വീഡിയോയിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞതുപോലെ 3.25 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കൊളോണിയൽ കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. 3 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു എ ടൈപ്പ് സ്ട്രക്ചർ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് ടെക്സ്ചർ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. റോഡിൻ്റെ ഫ്രണ്ടിലായി വരുന്നത് ഈ കാണുന്ന ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡുകളാണ്. ഏകദേശം 4 മീറ്റർ വിട്ടുള്ള റോഡുകളാണ് ഇവിടെ വരുന്നത്. 5 വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു വീട് മാത്രമാണ്. ആ വീടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അതിന് തന്നെ മതിലിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മതിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിങ് ഗേറ്റ് വരുന്നുണ്ട്. ഷീറ്റും സ്ക്വയർട്ടും ഉപയോഗിച്ചിട്ടുള്ള ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വരാം. മുറ്റത്ത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരുന്നുണ്ട്. 2 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത് ഇവിടെയാണ്. വലിയ കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പുറകിലായിട്ടൊരു 3 പാളി ജനൽ കാണാം. മുകളിൽ സ്ക്വയർട്ട് ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീടിന് പുറത്തുള്ള കാര്യങ്ങൾ. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ലെപ്പോത്ര ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ കാണുന്നത് മെയിൻ ഡോറാണ്. 2 പാളികളുള്ള മെയിൻ ഡോറാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന അകത്തേക്ക് വരുന്നത് ഈ കാണുന്ന ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ലിവിങ് സ്പേസാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയ ആണ് ഇവിടെ വരുന്നത്. 4x2 വെട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നത്. പ്രൊഫൈൽ LED-കളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് TV യൂണിറ്റ്. മൾട്ടിവുഡിലാണ് TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് ഭാഗത്തായിട്ടാണ് TV വരുന്നത്. അതിന് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് വാൾപേപ്പറും നൽകിയിരിക്കുന്നു. ലിവിങ് സ്പേസ് ഇതിനെ തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ. വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ പോകുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് മുകളിലേക്കാണ്. വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇതാണ് വാഷ് കൗണ്ടർ. ടേബിൾ ടോപ്പായി ടൈലാണ് നൽകിയിരിക്കുന്നത്. ഫുൾ ബോഡി വൈറ്റ് ടൈൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ മൾട്ടിവുഡിൽ ഡിസൈൻ വർക്കുകൾ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു കൗണ്ടർ ടോപ്പാണ് ചെയ്തിരിക്കുന്നത്. 2 ജനലുകൾ വരുന്നുണ്ട്. ഈ ഭാഗത്തും ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ്. കിച്ചൺ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഷേപ്പിലാണ് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. വൈറ്റ് കളർ ടൈൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒരു ബ്ലൂയിഷ് ഷെയ്ഡുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രൊഫൈൽ ഹാൻഡിലുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തായിട്ട് ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇതാണ് വർക്ക് ഏരിയ. അത്യാവശ്യം കവർ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു വർക്ക് ഏരിയയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. നമുക്ക് ആ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെയാണ് ആ ബെഡ്റൂം വരുന്നത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഏകദേശം ഒരു 12 വലിപ്പമുള്ള ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് 2 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബും ഒരുക്കിയിട്ടുണ്ട്. ഒരു ഡ്രസ്സിങ് ഏരിയയും വാർഡ്രോബിൻ്റെ ഭാഗമായിട്ട്
വരുന്നത്. ഫ്ലോറ് സെയിം ടൈപ്പ് ടൈല് കൊടുത്തിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തു. ബാത്റൂം അറ്റാച്ച്ഡ് സൗകര്യത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനാണ്. മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. അവസാന ഭാഗത്ത് സെറയുടെ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്ത് ഷവർ വരുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് മുകളിലത്തെ നിലയിലേക്കാണ്. സ്റ്റെപ്പ് വരുന്നത് ഇവിടെ നിന്നാണ്. സ്റ്റെപ്പിൻ്റെ ഹാൻഡിലുകൾ സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു. ലെപ്പോത്ര ഗ്രാനൈറ്റ് തന്നെയാണ് സ്റ്റെപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൻഡ്രഡ് സ്റ്റീൽ മുമ്പും ഉപയോഗിച്ചിട്ടാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിംഗ് ഏരിയയാണ്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് 2 ബെഡ്റൂമിലേക്കും യൂട്ടിലിറ്റി സ്പേസിലേക്കും ബാൽക്കണിയിലേക്കും നമുക്ക് പോകാം. ഇവിടെയാണ് മുകളിലത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂം. ഇത് താഴത്തെ നിലയിലെ ബെഡ്റൂമിൻ്റെ അതേ സ്പേസ് തന്നെയാണ് വരുന്നത്. വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഇവിടെയും കൊടുത്തിരിക്കുന്നു. ടൈലുകളിൽ മാത്രമാണ് അല്പം വ്യത്യാസം വരുന്നത്. ഇവിടെയാണ് അവസാന ഭാഗത്ത് ക്ലോസറ്റ്, സെൻട്രൽ ഭാഗത്ത് ഷവർ, കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിൻ. ഇതാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമും സ്പേഷ്യസ് ആണ്. 3 ബെഡ്റൂമുകളും സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ്. ഇവിടെയും ചെറിയ രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നു. ഇത് പോകുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഇവിടെയാണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള സ്പേസ്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് വരുന്നത് ഇവിടെ നിന്നാണ്. മുകളിലേക്കുള്ള സ്റ്റെയർ ഇവിടെ നിന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ നല്ല ഗ്രിപ്പുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇനി ബാൽക്കണി കൂടി നമുക്ക് കാണാനുണ്ട്. കാക്കാനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്നും 10 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. മെയിൻ ബസ് റൂട്ടിലേക്ക് 1 കിലോമീറ്റർ ദൂരമുണ്ട്. 3.75 സെൻറ്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റ് മനോഹരമായിട്ടുള്ള ഇതാണ് ബാൽക്കണി. നല്ല മനോഹരമായിട്ടുള്ള ബാൽക്കണിയാണ്. പ്രൊഫൈൽ ലൈറ്റ് കൊടുത്ത് ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്ക് കൊടുത്തിട്ട് പാരപ്പറ്റ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ മുകളിലും ഫോൾ സീലിംഗിൻ്റെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്ക് കാണാം. 5 വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 4 ഓൾറെഡി സോൾഡ് ഔട്ടാണ്. ഇനി ഈ വീട് മാത്രമാണ് ഇവിടെ അവൈലബിൾ ആയിട്ട്. ഈ വീടിൻ്റെ വില 62 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.